ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. അതിനുശേഷം ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് ഇന്ന് അവധിയാണ്. ചൈനീസ്, ഹോങ്കോങ്, സൗത്ത് കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് മോർണിംഗിൽ. കഴിഞ്ഞ ആഴ്ചയിലെ അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, അതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സുകളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ പല ഇൻഡെക്സുകളും 10-year ഹൈയിലും CSI 300 3-year ഹൈയിലൊക്കെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ഹോങ്കോങ്ങും 52 വീക്ക് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം സിൽവർ പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. കോപ്പർ നിയർ 52 വീക്ക് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും കഴിഞ്ഞ ആഴ്ചയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3643 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത് $42.10 പെർ ഔൺസിനാണ്. രണ്ട് കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ, അലുമിനിയം, അതുപോലെ തന്നെ സിങ്ക്, ഈ കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആണ്. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗ്ലോബലി മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് ഇപ്പോഴും റിസോൾവ് ചെയ്യാത്തൊരു ഇഷ്യൂ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ മാർക്കറ്റിൽ അതിൻ്റേതായ മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പ്രത്യേകിച്ച് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ടോക്ക് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അറ്റൻഷൻ. ആ ട്രേഡ് റിലേറ്റഡ് ടോക്കുകൾ ബെറ്ററായിട്ട് പര്യവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. കാരണം എമർജിംഗ് മാർക്കറ്റുകളിൽ വളരെ അണ്ടർ പെർഫോമിംഗ് മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് ഈ വർഷം. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നല്ല രീതിയിൽ റിക്കവറി നേടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള ചിപ്പ് മേക്കിംഗ് സ്റ്റോക്കുകൾ തന്നെയാണ്. ഒപ്പം ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ചിപ്പ് മേക്കിംഗ് സ്റ്റോക്കുകൾ, AI റിലേറ്റഡ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്റ്റോക്കുകൾ, ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ് ചൈനയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് ഈ സെഗ്മെൻറ്റ് സ്റ്റോക്കുകളിലൊക്കെ കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ആ ന്യൂസ് ഫ്ലോസിനനുസരിച്ചുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മളിന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓർഡർ ബാഗിങ് ന്യൂസ് നോക്കുകയാണെങ്കിൽ BHEയിൽ 23 കോടി രൂപ കവച് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. റെയർ എർത്ത് മാഗ്നറ്റ് മൈനിങ്ങിലെ വലിയ രീതിയിലുള്ള സോപ്സാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ മെറ്റൽ സ്റ്റോക്കുകളിലും മൈനിങ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ, വേദാന്ത, നാഷണൽ അലുമിനിയം, KIOCL ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലൊരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നു. അത്തരത്തിലുള്ള മുന്നേറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള നവി മുംബൈ എയർപോർട്ട് സെപ്റ്റംബർ 30 ഒഫീഷ്യൽ ഇനാഗ്രേഷൻ വരെയാണ്. ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 3-4 ആഴ്ചകൾ കൂടി എടുക്കും. തീർച്ചയായിട്ടും അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് ഈ ന്യൂസ്. അതോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജീസ് 100% ഇക്വിറ്റി സ്റ്റേക്ക് ES ടെക് ഗ്രൂപ്പ് ജർമ്മനിയിലത്തെ ഒരു കമ്പനിയാണ് അക്യൂർ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ അക്വിസിഷൻ. ടാറ്റ ടെക്നോളജീസിനെ സംബന്ധിച്ച് യൂറോപ്പിലെ അവരുടെ മാർക്കറ്റ് ഷെയർ കൂടും. അതോടൊപ്പം തന്നെ ധാരാളം കസ്റ്റമേഴ്സിന് ലഭിക്കും. ടാറ്റ ടെക്നോളജീസ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സബ്സിഡിയറിയാണ്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിനും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. ശക്തി പമ്പ് 34,720 സോളാർ പമ്പുകളുടെ ഓർഡർ ബാഗ് ചെയ്തിരുന്നു. അതിൽ സെക്കൻഡ് ട്രാഞ്ച് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ട്രാഞ്ചും കൂടിയും അടുത്ത ആഴ്ചകളിൽ സപ്ലൈ ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ശക്തി പമ്പ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. യഥാർത്ഥ ഹോസ്പിറ്റൽ
പുതിയ ഒരു ഹോസ്പിറ്റൽ കൂടി അക്വയർ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. സംവർദ്ധന മദേസൻ സുമി ഇൻ്റർനാഷണൽ 4-വീലർ മാനുഫാക്ചറിങ്ങിലേക്ക് കൂടി കടക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓട്ടോ സ്പേസ് രംഗത്തൊരു ജയൻ്റാണ് സംവർദ്ധന മദേസൻ സുമി ഇൻ്റർനാഷണൽ. ഈസിയാണ് അവരെ സംബന്ധിച്ച് 4-വീലർ മാനുഫാക്ചറിങ്ങിന്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഡയമണ്ട് പവർ 236.71 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അഡാനി എനർജി സൊല്യൂഷൻസിൽ നിന്നാണ്. റെയിൽ ടെൽ 209.78 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ബീഹാർ ഗവൺമെൻറ്റിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ DCS സിസ്റ്റംസ് തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് JVക്ക് വേണ്ടിയാണ്. വേദാന്ത അവരുടെ NCLTയിലുണ്ടായിരുന്ന ഡിസ്പ്യൂട്ടിലുള്ള ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനായിട്ട് ബാങ്ക് ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 17 വേദാന്തയുടെ NCLT ഹിയറിംഗ് വരുന്ന ഡീമർജർ സംബന്ധിച്ച് അന്നൊരു ഡിസിഷൻ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. വീണ്ടും ആ ഡിസിഷൻ നീട്ടിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ NCLTയുടെ വെർഡിക്റ്റ് വേദാന്ത ഡീമർജർ നീട്ടിവെക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും വേദാന്തയുടെ JP അസോസിയേറ്റ്സ് ടേക്ക് ഓവറിനെയൊക്കെ ബാധിച്ചേക്കാം. പക്ഷേ ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് വേദാന്ത ഓൾമോസ്റ്റ് എല്ലാ ഡിസ്പ്യൂട്ടുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പോസിറ്റീവ് അനൗൺസ്മെൻറ്റ് NCLT സിറ്റിങ്ങിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. സെപ്റ്റംബർ 17 NCLT സിറ്റിംഗ് വരുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ 618 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നാണ്. സെയ്ഗാൾ ഇന്ത്യ 468 കോടി രൂപ പ്രൊജക്റ്റും കൂടി ബാഗ് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ASM ടെക്നോളജീസ് തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ESDM റിലേറ്റഡ് ഡിസൈൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് വേണ്ടിയാണ്. ആക്മെ സോളർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അക്വിസിഷൻ അനൗൺസ് ചെയ്തിരുന്നു. ആ അക്വിസിഷൻ അവർ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. UK നിന്നൊരു കമ്പനിയായിരുന്നു. പോസിറ്റീവ് ന്യൂസാണ് ആക്മെ സോളാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഫണ്ട് ബൈയിങ് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടിട്ടുള്ള സ്റ്റോക്കുകൾ ഗ്രീൻലാം ഇൻഡസ്ട്രീസ്, ക്യൂബ് ഹൈവേസ്റ്റ്, അതുപോലെ തന്നെ തേഗ ഇൻഡസ്ട്രീസൊക്കെയാണ്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത് ഐസാലോ ഡിജിറ്റലാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ലൈറ്റ് ബയേഴ്സാണ് 129.58 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1556.02 ക്രോർ വർത്ത് സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സ് ആയിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയുണ്ട്. അതോടൊപ്പം തന്നെ നാളെ US ഫെഡിൻ്റെ 2 ദിവസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. വേദാന്തര NCLT മീറ്റിംഗ് ആണ്. NCLT ഡിസിഷനാണ്. സെപ്റ്റംബർ 17 വീണ്ടും ബുധനാഴ്ച തന്നെയാണ് US ഫെഡിൻ്റെ ഡിസിഷനും വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിച്ചു വരികയാണെങ്കിൽ അതിൻ്റേതായ മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായേക്കാം. ഒപ്പം US ട്രേഡ് ടോക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മളെ സംബന്ധിച്ച് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റ് ന്യൂസ് സോഴ്സ് നോക്കുകയാണെങ്കിൽ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിൻ്റെ സബ്സിഡിയറി ടിറ്റഗ്ര നേവൽ സിസ്റ്റംസ് 3rd ഡെലിവറി സപ്പോർട്ട് ക്രാഫ്റ്റും കൂടി നേവിക്ക് ഡെലിവറി കൊടുത്തിട്ടുണ്ട്. 5 എണ്ണത്തിനായിരുന്നു ഓർഡർ. തീർച്ചയായിട്ടും ടിറ്റഗ്ര റെയിൽവേനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ശ്രീജി ഷിപ്പിംഗ് ഗ്ലോബൽ ലിമിറ്റഡ് റീസെൻ്റായിട്ട് IPO വന്നൊരു കമ്പനിയാണ്. എക്സലൻറ്റ് റിസൾട്ടാണ്. Q1 റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. കമ്പയറബിൾ വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്ക് IPO പ്രൈസിനടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. IPO പ്രൈസ് 252 രൂപയായിരുന്നു. മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 255 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ 2000 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ് അടുത്ത 5-6 വർഷത്തിനുള്ളിൽ. വലിയ രീതിയിൽ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയാണ്. ഒപ്പം റീസെൻ്റായിട്ട് IPO വന്നിരുന്ന ശ്രീ റെഫ്രിജറേഷൻസ് ലിമിറ്റഡ് അവരുടെ മാനേജ്മെൻ്റ് കമൻറ്റ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. BSE SMEയിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1000 മാർക്കറ്റിലോട്ട് വരുന്നത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കമൻ്റാണ് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് പ്ലെയറായിട്ട് മാറണമെന്നാണ് ഈ കമ്പനിയുടെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലൊക്കെ ധാരാളം റെഫ്രിജറേഷൻ ഐറ്റംസ് സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയും കൂടിയാണ് ശ്രീ റെഫ്രിജറേഷൻസ് ലിമിറ്റഡ്.
അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പണായിട്ടുള്ള, അതായത് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു IPO ഉണ്ട്, BSE SMEയിലാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള എയർ ഫ്ലോ റെയിൽ ടെക്നോളജി ലിമിറ്റഡ് ഉണ്ട്. 65.32 ടൈംസ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. ഇന്നാണ് ലാസ്റ്റ് ഡേ. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വീണ്ടും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. അപ്പോൾ BSE SMEയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു സ്റ്റോക്കാണ് എയർ ഫ്ലോ റെയിൽ ടെക്നോളജീസ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ടെക് ഡി സൈബർ സെക്യൂരിറ്റി ലിമിറ്റഡ് 193 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്ത് 17-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. 600 ലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു BSE SME IPO ആണ് ടെക് ഡി സൈബർ സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. വൊളാറ്റിലിറ്റിയും കണ്ടേക്കാം. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഇന്ത്യ US ട്രേഡ് ടോക്കിൽ നിന്നും, അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വീണ്ടും നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് ബയാസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.